ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ +2 ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു ന്യൂ ചാപ്റ്ററാണ് മേരെ ലാൽ. സൂർദാസിൻ്റെ ഒരു പദമാണ്. ആ പദം നമുക്ക് നോക്കാം. सूरदास भक्ति काल के प्रमुख कवि हैं. वे कृष्ण भक्ति शाखा के प्रमुख कवि माने जाते हैं. इनके प्रमुख रचना है सूरसागर, साहित्य लहरी, भ्रमर गीत. इस पद में सूरदास बालकृष्ण की सौंदर्य का वर्णन कर रहे हैं. സൂർദാസ് ഭക്തി കാലത്തിലെ കൃഷ്ണഭക്തി ശാഖയിലെ പ്രമുഖ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് സാഹിത്യലഹരി, സൂർസാഗർ, ഭ്രമർഗീത്. ഈ പദത്തിൽ മേരെ ലാൽ എന്ന പദത്തിൽ കൂടി സൂർദാസ് കൃഷ്ണൻ്റെ ബാലസൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ബാലകൃഷ്ണൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. എക്സാമിന് മേരെ ലാൽ എന്ന പദത്തിൽ നിന്നും ഭാവാർത്ഥം എഴുതാൻ ചോദിക്കും. ബാലകൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കൊണ്ടുള്ള ചിരി കണ്ടിട്ട് യശോദ വളരെയധികം സന്തോഷിക്കുകയും ആ ദൃശ്യം കാണുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ്റെ പിതാവായ നന്ദനെ വിളിക്കുന്നതുമാണ് സന്ദർഭം. സുദ്മുഖ് ദേക്കി ജസോദ ഫൂലി, ഹർഷിത് ദേക്കി ദൂത് കി ദന്തിയ, പ്രേമമഗ്ന തനു കി സുതി ഫൂലി. സുദ്മുഖ് എന്ന് വെച്ചാൽ പുത്രക്ക മുഖ്, ജസോദ യശോദ, ഫൂലി ഖുഷ് ഹോ ഗയി, ഹർഷിത് ആനന്ദിത്, ദൂത് കി ദന്തിയ പാൽപ്പല്ലുകൾ, തനു സ്ത്രീ യുവതി, സുതി ഫൂലി എന്ന് വെച്ചാൽ അപ്നെ ആപ്കോ ഫുൾജാന സ്വയം മറക്കുക. പദത്തിൻ്റെ വരികൾ നോക്കി നമുക്കത് ഭാവാർത്ഥം എഴുതാൻ സാധിക്കും. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. अपने बेटे कृष्ण का सुंदर रूप देखकर यशोदा खुश हो जाती है. अपने बेटे की दूध की दंदियाँ देखकर यशोदा अपने आप को भूल जाती है. बाहर थे तब नंद बुलाए, देखो धो सुंदर सुखदाई, तनग तनग सी दूध की दंदियाँ देखो नयनन सुफल करवाई. കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കൊണ്ടുള്ള പുഞ്ചിരി കണ്ടിട്ട് യശോദ നന്ദനെ വിളിക്കുകയാണ് ആ സുന്ദരമായ ദൃശ്യം കാണുന്നതിന് വേണ്ടി. വഹ് ബാഹർ സെ അപ്നെ പതിദേവ് നന്ദു കോ ബുലാക്കർ അപ്നെ പുത്ര കൃഷ്ണ കാ സുന്ദർ രൂപ് ദേഖ്നെ കോ कहते हैं. यशोदा कहती है, पुत्र के छोटे छोटे दुधिये दांतों को देखने पर नयन सुख प्राप्त हो जाता है. बाहिर बाहर, बुलाए बुलाना, सुखदाय सुख प्राप्त होना, तनक तनक छोटी, नयन नयन. आनंद सहित महर तब आए, मुख चितवन दोव नयन अथाई, सूरश्याम किलकत द्विज देखियो मनो, कमल पर बीजु जमाई. महर पति, मुख चेहरा, चितवन दृष्टि, दो दोनों, नयन नयन, श्याम श्री कृष्ण, किलकत हसी, कमल लोटस, बीज बिजली, जमाई चमकती. യശോദയുടെ വാക്ക് കേട്ട് നന്ദൻ കൃഷ്ണനെ കാണാൻ അകത്ത് വരികയും കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കൊണ്ടുള്ള ആ പുഞ്ചിരി കണ്ടിട്ട് നന്ദന് വളരെയധികം സന്തോഷമുണ്ടാകുകയും ചെയ്യുന്നു. പത്നി കി ബാത്തേ സുൻകാർ ആനന്ദിത് നന്ദ് അന്തരായേ, ഉൻകി മുഖ് അവർ ചിത്വൻ ഖുശി സെ ഫർ ഗയേ. सूरदास कहते हैं कि किलकारी करने वाले कृष्ण के दांतों को देखकर ऐसा लगता है मानो लाल कमल पर बिजली जम गई हो. പാൽപ്പല്ലുകൾ കൊണ്ടുള്ള കൃഷ്ണൻ്റെ ആ പൊട്ടിച്ചിരി കണ്ടിട്ട് സൂർദാസ് പറയുകയാണ്, താമരപ്പൂവിൽ പ്രകാശം വരുമ്പോൾ താമരയ്ക്ക് കൂടുതൽ ഭംഗിയുള്ളതാകുന്നു. അതുപോലെയാണ് കൃഷ്ണൻ്റെ പാൽപ്പല്ല് കൃഷ്ണൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുന്നു. എക്സാമിന് 6 മാർക്ക് ചോദിക്കാവുന്ന ഭാവാർത്ഥമാണ്. ഈ പദം നോക്കി തന്നെ നിങ്ങൾക്ക് സ്വയം വളരെ ഈസിയായി ഭാവാർത്ഥം എഴുതാൻ സാധിക്കും. +2 ഹിന്ദി പാഠപുസ്തകത്തിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മലയാളം എക്സ്പ്ലനേഷൻ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് എഴുതുക. താങ്ക് യു.